പഠിക്കൽ കൊണ്ട് കലമുടയ്ക്കുക എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കരുത്. അതിനുള്ള ജാഗ്രതാപൂർവമായ തീരുമാനങ്ങൾ ഉണ്ടാകണം, പ്രവർത്തന രൂപരേഖ ഉണ്ടാകണം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ AICC ഹെഡ്ക്വാർട്ടേഴ്സിൽ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ 15 MP-മാർ, കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MP-മാർ, അതുപോലെ മുൻ KPCC പ്രസിഡന്റുമാർ, ഇപ്പോഴത്തെ KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, ഇവരെല്ലാം ചേർന്ന് ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തി തിരിച്ചിറങ്ങി വന്ന് പറഞ്ഞതിൻ്റെ ഒരു രത്ന ചുരുക്കം ഇതുതന്നെയാണ്. ഇനി ഒരു തെരഞ്ഞെടുപ്പ് കൂടി പരാജയപ്പെടാനാവില്ല. 10 വർഷത്തിലധികം UDF-ന് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു കാര്യം ചിന്തിക്കാനേ ആവില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്തു വിധേനയും പിടിച്ചെടുക്കും എന്ന രീതിയിൽ KPCC പ്രസിഡന്റ് K. സുധാകരൻ നടത്തിയ പ്രസ്താവന നമ്മളിപ്പോൾ കേട്ടതാണ്. അപ്പോൾ ആ ഒരു ചിന്ത എന്ന് പറയുന്നത് അത് സാധ്യമാകണമെങ്കിൽ വേറിട്ട സ്വരങ്ങൾ, ഒറ്റപ്പെട്ട സ്വരങ്ങൾ, അത് തിരുത്താനെന്ന വ്യാജേനയാണെങ്കിലും ഒറ്റപ്പെട്ട സ്വരങ്ങൾ ഉണ്ടാക്കുന്ന ഡാമേജ് വളരെ ഗുരുതരമായിരിക്കും. അതുകൊണ്ട് തന്നെ പരസ്യ പ്രസ്താവന ഒഴിവാക്കിക്കൊണ്ട് ഒരൊറ്റ വോയിസോടുകൂടി, പല മുഖങ്ങളാണ് പക്ഷേ ഒറ്റ വോയിസാണ്, ഈ രീതിയിൽ മുന്നോട്ട് പോകണം. അതിന് സംഘടനാ തലത്തിലെ അഴിച്ചുപണിയെക്കുറിച്ച് ഇപ്പോൾ സംസാരമില്ല. അതായത് മോഹൻ വർഗീസ്, ഇപ്പോൾ ശശി തരൂർ മുതിർന്ന നേതാവാണ്, വലിയ അനുഭവ പരിചയമുള്ള ആളാണ്. നേരത്തെ പറഞ്ഞതുപോലെ വിശ്വപൗരൻ എന്ന വിശേഷണത്തിനൊക്കെ അർഹനുമാണ്. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു. അദ്ദേഹം തന്നെ പറയുകയും പിന്നീട് ആ പത്രവുമായി ബന്ധപ്പെട്ട വിശദീകരണം വരികയും ചെയ്തതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിരുന്നാലും പത്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണമോ പോഡ്കാസ്റ്റോ വരുന്നതിന് മുൻപ് ഞാനിതല്ല പറഞ്ഞത് എന്ന് പറയാൻ അദ്ദേഹത്തിന് വേദികൾ ഉണ്ടായിരുന്നില്ലേ? അദ്ദേഹം അത് വെയിൽഡായിട്ട് പറഞ്ഞു. വെയിറ്റ് ഫോർ ദി ഹോൾ ഇന്റർവ്യൂ ടു കം ഔട്ട്. ആ പോഡ്കാസ്റ്റ് ലിസ് മാത്യുമായി അതിനിടയിൽ ഉണ്ടാകുന്ന സർവ്വ തമ്മിൽ തല്ലുകൾക്കും ഇങ്ങനെ കണ്ടിരിക്കാൻ കഴിയുന്ന അത്ര കമ്മിറ്റ്മെന്റ് കോൺഗ്രസിനോടുള്ളോ? അപ്പോൾ അവിടെ ഒരു കാൽക്കുലേഷൻ എററാണോ, ഡെലിബറേറ്റ് ഡിലേ ആണോ? തരൂർ ഒരു നയതന്ത്രജ്ഞൻ കൂടിയാണ്. പലപ്പോഴും മൗനം വളരെ വാചാലമാണ് മധു. അതുകൊണ്ട് നാട്ടുകാരാണ് വാചാലരാകുന്നത്, അദ്ദേഹം മൗനമായിരിക്കും. നാട്ടുകാരും മാധ്യമങ്ങളും വലിയ വാചാലരായി. ഈ ഒരാഴ്ച മുഴുവൻ മാധ്യമ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കാൻ തരൂരിനായി എന്ന് പറയുമ്പോൾ ആ തരൂരിന്റെ ആ ഒരു അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന സകല ഡാമേജും ആരുടേതാണ്? അദ്ദേഹത്തിന് അത്ര കമ്മിറ്റ്മെന്റ് ഇല്ലെന്ന് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. ഇത് ഡാമേജൊക്കെ, ഇതിനേക്കാൾ വലിയ ഡാമേജ് തരൂറൊക്കെ ആക്റ്റീവ് പൊളിറ്റിക്സിൽ വരുന്നതിന് മുൻപ് ഈ ഗ്രൂപ്പ് കളികളും ഡാമേജും ഒക്കെ ഏറെ കണ്ട ഒരു പാർട്ടിയാണ്. ആർക്കും എപ്പോഴും അഭിപ്രായം പറയാവുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിൽ എപ്പോഴും ഇതിനേക്കാൾ രൂക്ഷമായ അഭിപ്രായ പ്രകടനങ്ങളുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു മുൻ KPCC അധ്യക്ഷൻ, അദ്ദേഹം അധ്യക്ഷനാകുന്നതിന് ശേഷം, അധ്യക്ഷനായി പുറത്തു പോയതിന് ശേഷം സോണിയാഗാന്ധി വിളിച്ച വിളിപ്പേര് പോലും ഇപ്പോൾ ഓർത്തെടുത്താൽ വളരെ കൗതുകമായിരിക്കും. അദ്ദേഹമൊക്കെ കോൺഗ്രസിന് വേണ്ടി വളരെ ശക്തമായി നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പം അതുകൊണ്ട് കോൺഗ്രസിൽ എക്കാലത്തും വേറിട്ട സ്വരങ്ങളുണ്ടാകും, കഠിനമായ സ്വരങ്ങളുണ്ടാകും. ആ ചിട്ടവട്ടങ്ങളിൽ നിൽക്കുന്ന കോൺഗ്രസ്സുകാരനല്ല ഞാൻ എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. അപ്പൊ ആ പറയുന്ന വൈരുദ്ധ്യങ്ങളിലേക്ക്, ആ പറയുന്ന തർക്കങ്ങളിലേക്ക് അദ്ദേഹം തന്നെ അതിനെ വലിയൊരു വിലയുള്ള തർക്കമായി കാണാൻ സാധ്യതയില്ല. അപ്പൊ ആ തർക്കങ്ങളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരാളാണോ ശശി തരൂർ? അങ്ങനെയായിരിക്കുമോ അദ്ദേഹത്തെ കാണുന്നത്? അദ്ദേഹത്തിന്റെ വലിപ്പത്തെക്കുറിച്ചൊരു ഓർമ്മയുണ്ടാകണം നിങ്ങൾക്ക് എന്ന ഒരു വെയിൽഡ് ഒരു റെഫറൻസ് ആണ് തരൂർ നൽകുന്നത്. ഞാനായിട്ട് പറയേണ്ടി വരുന്നത് ഒരു ഗതികേടാണ്. എങ്കിലും ഞാൻ പറയുന്നു, നിങ്ങൾ പരമ്പരാഗത രീതിയിൽ കോൺഗ്രസിന് ഹാർനസ് ചെയ്യാവുന്ന വോട്ടുകൾ പരിമിതമാണ്, ഒരു സാച്ചുറേഷൻ ലെവലിൽ എത്തി നിൽക്കുന്നു. ഞാൻ കൊണ്ടുവരാൻ പോകുന്ന ഒരു പുതിയ മുഖം, പുതിയ കർമ്മ പദ്ധതികൾ, അത് ആകർഷിക്കപ്പെടാൻ ഒരുപാട് പേര് കാത്തു നിൽക്കുന്നു. അങ്ങനെയെങ്കിലും കോൺഗ്രസ് ഞാൻ ഇവിടെയുണ്ട്, എന്നെ പരിഗണിക്കേണ്ടതാണ്. ഞാൻ ഒന്ന് ആരോടെങ്കിലും സംസാരിച്ചാൽ കേരളം മുഴുവൻ, ദേശീയ രാഷ്ട്രീയം മുഴുവൻ അത് ചർച്ച ചെയ്യും എന്ന ഉറച്ച ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അത് ഓർമ്മപ്പെടുത്തുക, അത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് ശ്രീ മോഹൻ വർഗീസ് അദ്ദേഹം ചെയ്തത് എന്ന് ഞാനും വിചാരിക്കുന്നു.